പെണ്ണുങ്ങളോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കോടാ. അവന്റെ ഒരു കണ്ടുപിടുത്തം. അവൻ പോയി. ഇതെങ്ങനെ തോന്നി ഈ ബുദ്ധി? ത്രേസ്യേർത്തി പറയുന്നത് കേട്ടപ്പോഴേ ഞങ്ങളൊരു പൊടിക്കായി റെഡിയാക്കിയായിരുന്നു. ഒരുപാട് സഹിച്ചുവല്ല ഞങ്ങൾക്ക് വേണ്ടി. അയ്യോ, മുറിഞ്ഞിട്ടുണ്ടല്ലോ ത്രേസ്യേർത്തി. ഈ മുറിവൊക്കെ ഒരു കാറ്റ് കൊണ്ടാൽ അങ്ങ് പോവും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അവൻ തീർത്ത മുറിവ് അത് മായില്ലല്ലോ മക്കളെ. എന്തായാലും ഒരു മദ്യക്കുപ്പി എറിഞ്ഞുടച്ച് അരിശം തീർക്കുന്ന ലാഘവത്തോടെ ത്രേസ്യടുത്ത് ഉപദ്രവിക്കുന്ന കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. മോളെ, ത്രേസ്യടുത്തേക്ക് ഇതൊന്നും ഒരു പുതുമയല്ല. മോൾ ഇവിടുന്ന് പോയത് മുതൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വേദനിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും അവനെ കൊണ്ട് കണക്ക് പറയിക്കണം ത്രേസ്യേർത്തി. അവന്റെ അമ്മയാകാൻ പ്രായമുള്ള എന്നോട് കാണിക്കുന്നതിനുള്ള ശിക്ഷ അവന് ദൈവം കൊടുത്തോളും. ദൈവം പോലും ഇപ്പൊ ഇവന്മാരുടെ കൂടെയാണല്ലോ ത്രേസ്യടുത്തി. അതൊന്നും അല്ലല്ലോ നമ്മളിപ്പോ നോക്കേണ്ടത്. എത്രയും വേഗം ആ വർമ്മയുടെ മോളെ കണ്ടെത്തണം. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവൾ വരില്ല ത്രേസ്യടുത്തി. വരില്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും വഴി നോക്കണം. മറ്റെന്ത് വഴി? ഇന്നലെ രാത്രിയിൽ അവളെ വിളിച്ച ഫോണിന്റെ സിം കാർഡ് പോലും ഊരിയെടുത്ത് അവന് ആൾമാറാട്ടക്കാരി പെണ്ണിന് കൊടുത്തില്ലേ? ആ സ്ഥിതിക്ക് ഇനി നേരിട്ട് വർമ്മയുടെ വീട്ടിൽ ചെല്ലുകയല്ലാതെ വേറെ വഴിയില്ല. വഴിയുണ്ട്. എന്തു വഴി? എന്തു വഴിയാ മോളെ? നാളെ നേരം വിളിക്കട്ടെ. മനസ്സിലായോ? നീ ആ പിടിച്ചുപറിക്കാരിയല്ലേ? ആ തട്ടിപ്പുകാരി അന്ന് വീട്ടിൽ വന്ന് മീരയുടെ നെക്ലേസുമായിട്ട് വന്ന്. എങ്ങനെ വേണമെങ്കിലും കരുതാം. പിടിച്ചുപറിക്കാരിയായോ കളഞ്ഞുപോയെന്ന് കരുതിയ നെക്ലസ് തിരിച്ചു കൊണ്ട് തന്നവളായോ? അല്ലാതെ തന്നെ നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്താ നിന്റെ പേര്? പേര് ഒരു പേരിൽ എന്തിരിക്കുന്നു? ഞാൻ ചിത്രേച്ചെ കാത്തു നിൽക്കായിരുന്നു. വല്ല തട്ടിപ്പിലും കൂട്ടി നിൽക്കാനാണെങ്കിൽ ആ പരിപാടി ഞാൻ നിർത്തി. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. പറ, എന്തിനാ എന്നെ കാത്തു നിന്നത്? എനിക്ക് വർണ്ണസന്റെ മകളെ ഒന്ന് കാണാം. ആര്? മീരയോ? അതെ. എന്താ കാര്യം? വീട്ടിലേക്ക് പോര്. അത് ശരിയാവില്ല. അതെന്താ? പുറത്ത് വെച്ച് മീറ്റ് ചെയ്യണം. എനിക്ക് അവളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് ഞാൻ അവസരം ഉണ്ടാക്കി തരണം. അതെ. കാരണം മീര വിവാഹം കഴിക്കാൻ പോകുന്ന വിഷ്ണുവർദ്ധനെ കുറിച്ച് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാനുണ്ട്. അതെ, ചിത്രേച്ചിക്ക് എങ്ങനെ മനസ്സിലായി?
സത്യം പറ, നിന്നെ പറഞ്ഞു വിട്ടത് ആ വിഷ്ണു സാർ തന്നെയല്ലേ ടെസ്റ്റിന്? മീരെ ടെസ്റ്റ് ചെയ്യാൻ അല്ലേ? അല്ലേ ചിത്രേച്ചി, ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നത്. മീരയുടെ ജീവൻ രക്ഷിക്കണം. നീ ആര്, ഡിങ്കനോ അതോ മായാവിയോ? അല്ല, യാതൊരു പുലബന്ധം പോലും ഇല്ലാത്തവരെയൊക്കെ രക്ഷിക്കാൻ നടക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്.